കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നെത്തോലി റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നെത്തോലി റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് നെത്തോലിയൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ 1 കപ്പ് ചെറിയുള്ളി, ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അപ്പോഴാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിന് മുന്നേ നമ്മളൊരു 4 ഉണക്കമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇവ 3 കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കിട്ടണം. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം കറിവേപ്പിലയാട്ടോ. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ തക്കാളി ഒന്ന് നന്നായി വഴന്ന് കിട്ടട്ടെ. എന്നിട്ട് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന പൊടി കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് നെത്തോലി എടുത്തിട്ടുള്ളൂ. അതിലേക്കുള്ളൊരു മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മസാല നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂക്കണം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിക്ക് ആവശ്യമായ കുടംപുളി ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 4 ചെറിയ പീസാട്ടോ ഇട്ടിട്ടുള്ളത്. ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവി നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നെത്തോലി ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നെത്തോലി ചേർത്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ആ 15 മിനിറ്റിന് ശേഷം നമ്മുടെ നെത്തോലി റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ. കറക്റ്റായിരുന്നു നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം. എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല, എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നെത്തോലി റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓളെന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്